തത്വമസി തത്വമസി തത്വമസി. സ്വാമി ശരണമയ്യപ്പ. തത്വമസിയുടെ സത്യാന്വേഷണ യാത്ര ഇപ്പോൾ പമ്പയിൽ പിതൃബലി സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. വർഷത്തിൽ നാം പലതവണ ബലി സമർപ്പിക്കാറുണ്ട്. ശബരിമല യാത്രയിൽ പമ്പാ നദീ തീരത്തും നാം ബലി സമർപ്പിക്കും. ഇന്നത്തെ ചർച്ചാ വിഷയം അതാകട്ടെ. ബഹൻജി, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം ശാന്തി. ബഹൻജി, ഭാരതത്തിൽ ബലിതർപ്പണം എന്ന ഈ ചടങ്ങ് വളരെ ആചാരപൂർവം നടക്കുന്ന ഒന്നാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയേറെ ശ്രദ്ധ ആകർഷിക്കുന്നത്? ഭാരതത്തിൽ തന്നെയാണല്ലോ ആത്മാവിൻ്റെ അനശ്വരതയെ അംഗീകരിച്ച് ജീവിക്കുന്ന ഭാരതവാസികൾ. അതായത് ഈ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിലെ ആത്മാവിൻ്റെ പുനർജന്മ സിദ്ധാന്തത്തിനുള്ള ഈ മഹത്വവും അംഗീകാരവും മറ്റെവിടെയും ഇല്ലല്ലോ. ഇപ്പോഴിപ്പോഴാണല്ലോ ആത്മാവിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് പോലെയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, നമ്മുടെ ഋഷികളുടെ കാലം മുതൽക്കേ ആത്മാവ് അനശ്വരനാണെന്നും അമരനാണെന്നും ഒരു ശരീരം വിട്ട്, ശരിക്കും പറഞ്ഞാൽ മരണം ഒരു വസ്ത്രം മാറൽ പ്രക്രിയ മാത്രമാണെന്നും ഒരു വസ്ത്രം മാറി അടുത്ത വസ്ത്രത്തിലേക്ക് പോവാണ്. അപ്പം ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹം ഉള്ളത് നമ്മുടെ ഭാരതനാട്ടിലാണ്. അതുകൊണ്ടാണ് അനശ്വരനായ ആത്മാവിന് തുടർ യാത്രയിലും, അതായത് വസ്ത്രം മാറി അടുത്ത വസ്ത്രത്തിലേക്ക് പോയാലും നമ്മുടെ ശ്രേഷ്ഠ ഭാവങ്ങളും ഭാവനകളും അവരിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബലിതർപ്പണ ചടങ്ങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മരണം വന്നാൽ ആത്മാവ് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഈ ബലി ആര് സ്വീകരിക്കും? ഇപ്പോൾ ആ വ്യക്തി വേറൊരു വ്യക്തിയല്ലേ? വ്യക്തി വേറൊരു വ്യക്തിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ശരീരം മാത്രമല്ലേ മാറിയുള്ളൂ, വസ്ത്രം മാത്രമല്ലേ മാറിയുള്ളൂ. ഇപ്പോൾ ഒരാൾ ഒരു പച്ച ഷർട്ട് ധരിച്ചിരിക്കുന്ന സമയത്ത് പച്ച ഷർട്ടും അല്ലെ വൈറ്റ് പാൻറ്റും ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കൊലപാതകം നടത്തി. അതിനുശേഷം അയാളുടെ പാൻറ്റും ഷർട്ടും നിറം മാറി. അയാൾ അതിന് ശേഷം ഒരു വൈറ്റ് ഷർട്ട് ഇട്ടു, ഒരു ബ്ലാക്ക് പാൻറ് ഇട്ടു. അയാളുടെ ഡ്രസ്സ് മാറിയത് കൊണ്ട് ചെയ്ത കൊലപാതകം അല്ലാതിരിക്കില്ലല്ലോ. അയാൾക്ക് ശിക്ഷ കിട്ടാതെ ഇരിക്കില്ലല്ലോ. അയാൾ വേറൊരു വസ്ത്രത്തിലായതുകൊണ്ട് ആള് മാറി നമ്മൾ പറയും? ഇല്ലല്ലോ. വസ്ത്രം മാത്രമല്ലേ ആള് മാറിയുള്ളൂ, ആള് മാറിയിട്ടില്ല, ഡ്രസ്സ് മാറി. അതേപോലെ മരണാനന്തരം സംഭവിക്കുന്നത് എന്താണ്? അത് ആദ്യം നമുക്ക് എന്താ മരണം, എന്താ ജനനം എന്ന് ക്ലിയർ ആയിട്ട് അറിയണം. മരിക്കുക അർത്ഥം ശരീരമേ നശിക്കുന്നുള്ളൂ, ശരീരത്തെ നമ്മൾ സംസ്കരിക്കുന്നുള്ളൂ. ബാക്കി ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന ആത്മാവ് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോയി അടുത്ത വസ്ത്രമാണ് സ്വീകരിക്കുന്നത്. ആളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? ആള് പോയി. അപ്പം ആളാരാണ്? ആത്മാവ്. അപ്പം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു അടുത്ത ശരീരമാകുന്ന വസ്ത്രത്തിലേക്ക് പോകുന്നു. അപ്പോഴും ആള് തന്നെയാണ്, ആത്മാവ് അത് തന്നെയാണ്. അപ്പോൾ ആത്മാവ് വസ്ത്രം മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സങ്കല്പങ്ങൾ നമ്മൾ എന്തെല്ലാം ശ്രേഷ്ഠ മനോഭാവത്തോടു കൂടി നൽകുന്നു, കാരണം നമ്മുടെ ശരീരത്തിലും ഇരിക്കുന്ന ഒരു ആത്മാവാണ്. അപ്പോൾ ഈ ചൈതന്യവും അതേപോലെ പോയ ചൈതന്യം ആത്മാവ്, ആ ചൈതന്യവും ഈ ചൈതന്യവും തമ്മിലുള്ള ഊർജത്തിൻ്റെ എക്സ്ചേഞ്ചാണ് ശരിക്കും നടക്കുന്നത്. പിതൃതർപ്പണം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, അർപ്പിക്കുകയാണ്. എന്ത്? ഈ ചൈതന്യം ആ ചൈതന്യത്തിന് തൻ്റെ ശ്രേഷ്ഠ മനോഭാവത്തെ സമർപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബലിതർപ്പണം നമുക്ക് നമ്മുടെ പിതൃക്കളോട്, അത് മാതാവാകട്ടെ പിതാവാകട്ടെ പിതാമഹന്മാരാകട്ടെ, ആരോട് നമുക്ക് എത്ര കൃതജ്ഞതയുണ്ടോ, നമുക്ക് ഈ ജന്മം തന്നതിന്, നമ്മളെ പാലിച്ചതിന്, വളർത്തിയതിന്, സംരക്ഷിച്ചതിന്, നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം അവർ ചെയ്തു, അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം നൽകി, നമുക്ക് നൽകിയതിനെല്ലാം അവരോട് നന്ദി പറയാൻ കിട്ടുന്ന ഒരു അവസരം, നമ്മുടെ കൃതജ്ഞതയോടു കൂടിയ ഒരു സ്മരണം, അതിനുള്ളൊരവസരമാണ് ശരിക്കും പറഞ്ഞ ബലിതർപ്പണം. ഇന്ന് നമ്മൾ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നു? മിക്കവാറും അച്ഛനും അമ്മയും സമ്പാദിച്ച സമ്പാദ്യവും സമ്പത്തും സർവസ്വം അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോണേ. കാരണം അവർ വസ്ത്രം മാറുമ്പോൾ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥത ഓട്ടോമാറ്റിക്കലി നാടകശാലയിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറി കിട്ടുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച്, അവർ കഷ്ടപ്പെട്ട് ചിലപ്പോൾ കഞ്ഞി കുടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇത്രയും സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒന്നും നശിപ്പിക്കാതെ, ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും അവർ വയറ് മുറുക്കി കൊടുത്തുകൊണ്ടും എല്ലാ സമ്പത്തും അതേപോലെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും, എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരമക്കൾക്ക് എന്ന് പറഞ്ഞ്. എന്നിട്ട് ആ സമ്പത്തും സമ്പാദ്യവും സാധനവും സാമഗ്രികളും അവർ നമുക്ക് നൽകിയ ജീവിതവും ഇതെല്ലാം തന്നെ നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോഴെല്ലാം അതിൽ നിന്ന് നമ്മളെ വഴിമാറ്റി ശരീരയുടെ മാർഗത്തിലൂടെ കാണിച്ചു തന്ന്, അങ്ങനെ നമ്മുടെ ശരീരത്തിനെയും അവർ സംരക്ഷിച്ചു, മനസ്സിനെയും സംരക്ഷിച്ചു തന്നു, സമ്പത്തും സംരക്ഷിച്ചു തന്നു, അർത്ഥം നമുക്ക് ടോട്ടൽ ലൈഫ് തന്നു. അപ്പോൾ ഈ ബലി കൊടുക്കുന്ന ആൾക്ക് അതിനുള്ള ബോധമുണ്ട്, ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കുകയാണെന്നുള്ളത്. മറ്റേത് ആത്മാവ് വേറൊരു ശരീരത്തിൽ പ്രയോഗിച്ചു, ആത്മാവ്, പക്ഷേ ആ ആത്മാവിന് അറിയോ ഇന്നമാതിരി ഇന്ന ആൾ എനിക്ക് ബലി, ഇന്ന ആത്മാവ് എനിക്ക് ബലിതർപ്പണം ചെയ്യുന്നുണ്ട്, അതറിയോ? അതാണ് നമ്മൾ പറഞ്ഞേ, ഈ ബലി ഇടുന്ന ആളാരാണ്, ഞാൻ ആരാണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഞാൻ എൻ്റെ പിതൃക്കളെ സ്മരിക്കുക, അർത്ഥം ഞാൻ ആത്മാവാണ് സ്മരിക്കുന്നത്. സ്മരണശക്തി ആത്മാവിലേതാണ്, ആത്മാവിൻ്റെ ഉള്ളിൽ ആ സങ്കല്പം വരണേ. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് പിതൃതർപ്പണം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരുടെ ചിത്രം വരും? അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിൻ്റെ രൂപം വരും. ഞാൻ ചോദിക്കുന്നത് മറ്റേ ആത്മാവിനാണ്, എനിക്ക് സ്മരണ വരും. ഈ ശരീരം നമുക്ക് അവർ തന്നതാണ്. അതേപോലെ ഇതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവുണ്ട്. ഈ ഊർജവും ആ ഊർജവും തമ്മിലാണ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത്. നമ്മുടെ കൃതജ്ഞതാപൂർവമായ സ്മരണ, നന്ദി പ്രകാശനം, നമ്മുടേതായ മനസ്സിൻ്റെ സർവ്വസമർപ്പണവും ഈ ആത്മാവാകുന്ന ഊർജവും ആ ആത്മാവാകുന്ന ഊർജത്തിലേക്കാണ് പോണേ. ഇപ്പോൾ അവർക്ക് വസ്ത്രം വേറെയാണെങ്കിലും മറ്റൊരു ശരീരത്തിൽ നാടകശാല മാറുമ്പോൾ അച്ഛനും അമ്മയും എല്ലാം മാറിയിട്ടുണ്ടാകും, സ്ഥലം പോലും നമുക്കറിയില്ല അവരിപ്പോൾ എവിടെ ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ 10 വർഷമായി മരിച്ചിട്ട് ആ ശരീരം നഷ്ടം, അപ്പോൾ 10 വയസ്സ് പ്രായമായ ഒരു കുട്ടിയായിട്ട് മറ്റെവിടെയും ഉണ്ട്, നാടും വീടും ഒന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ സ്മരിക്കുമ്പോൾ ആ ആത്മാവിനെ ഭ്രൂമധ്യത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശരീരത്തെയാണ് നമ്മൾ ഓർമ്മിക്കണമെങ്കിലും ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിലേക്കാണ് നമ്മുടെ വൈബ്രേഷൻ പോണത്. അപ്പം ഈ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് പോകും. എനിക്ക് ഇന്നാൾ തരുന്നു എന്നുള്ളത് അവരറിയുന്നുണ്ടാവില്ല, കാരണം നമ്മളെ അവർ മറന്നു പോയിട്ടുണ്ടാവും. ശരീരം പോകുന്നതോടുകൂടി നമ്മളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ അവസാനിച്ചു. പക്ഷേ നടക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പറയില്ലേ, അനൈച്ഛികമായിട്ട് അവരെ അറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ആ വൈബ്രേഷൻ, ആ തരംഗങ്ങൾ, നമ്മൾ ഈ ചൈതന്യത്തിൽ നിന്ന് പോകുന്ന തരംഗങ്ങൾ ആ ചൈതന്യത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യാറുണ്ട്, ചിലർ മെക്കാനിക്കലായി ചെയ്യുന്നു, ചിലവർ എന്തോ ഒരു ചടങ്ങ് മാതിരി. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മരിച്ചു പോയതിന് ശേഷം മാത്രമല്ല നമ്മൾ ഈ തർപ്പണം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ സമർപ്പിച്ചു, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. മരിച്ചതിന് ശേഷം ചെയ്യുന്ന തർപ്പണം വേറെ, അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പിതൃക്കൾ എന്ന് പറയില്ല, മരിച്ചു കഴിയുമ്പോഴാണെന്നാ പറയുക. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു, എത്ര സ്നേഹം നമ്മൾ അവർക്ക് കൊടുത്തു, എത്ര സഹയോഗം നമ്മൾ അവർക്ക് കൊടുത്തു, എത്ര അവരുടെ സേവനങ്ങൾ അവർക്ക് വേണ്ടുന്നത് നമ്മൾ എന്തെല്ലാം കൊടുത്തു. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് സമയത്ത് ആഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ല, അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഇട്ടു, പിന്നെ അവർ മരിച്ചതിന് ശേഷം നമ്മൾ തർപ്പണം ചെയ്യുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാരാകട്ടെ അവർ നമ്മുടെ കൂടെ ഇരുന്നിരിക്കുന്ന സമയത്താണ് ആദ്യം നമ്മൾ അവരുടെ സേവനം സ്നേഹത്തോടെ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അവർക്ക് വേണ്ടുന്ന സ്നേഹം, അവർക്ക് വേണ്ടുന്ന പരിചരണം എല്ലാം, ചികിത്സ വേണ്ട സമയത്ത് ചികിത്സ, വസ്ത്രം വേണ്ടുന്ന സമയത്ത് വസ്ത്രം, ഭക്ഷണം വേണ്ടുന്ന സമയത്ത് ഭക്ഷണം. എന്നാൽ ഈ സാധനങ്ങൾ മാത്രം പോരാ, ഒപ്പം സ്നേഹം. അതെല്ലാം നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തുവോ? ഇതൊന്നും നമ്മൾ കൊടുക്കാതെ ലാസ്റ്റ് അവർ മരിച്ചതിന് ശേഷം മാത്രം നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പശ്ചാത്താപം പുറത്തു വരിക ചെയ്യുക. യഥാർത്ഥത്തിൽ സ്നേഹമല്ല പുറത്തു വരിക. കാരണം നമുക്ക് മനസ്സിൽ കുത്തും, അവർ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. അപ്പം അവിടെ നടക്കുന്നത് പശ്ചാത്താപമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഉപകാര സ്മരണയെല്ലാം ഉണ്ടാകുക നമുക്കുണ്ടാകണേ. അപ്പം ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. എല്ലാവരും വീടുകളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതാണല്ലോ കാണുന്നത്. കുറച്ച് പ്രായമായി കഴിഞ്ഞ് മാതാപിതാക്കളെ കൊണ്ടുപോയി ഒന്നീ വൃദ്ധസദനം അല്ലെങ്കിൽ അനാഥാലയങ്ങൾ, മക്കളുണ്ടെങ്കിലും പണ്ട് ഒരിക്കലും പേപ്പറിലൊരു ന്യൂസ് കണ്ടല്ലോ, ഒരു മുത്തശ്ശനെ കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് പോയി.
എന്തെല്ലാം ന്യൂസുകളാണ് ഓരോ ദിവസം പേപ്പറിൽ വരണേ. അപ്പോൾ ഇതിനു പോലും മടിയില്ലാത്ത ഇത്രയും ക്രൂരമായ മനസ്സിനുടമകളായിട്ടുള്ള ഒരു ജനതയായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. പക്ഷെ നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ മൂല്യങ്ങളാണ്. ആധ്യാത്മിക സമ്പത്തിൻ്റെ കലവറ നമ്മുടെ നാട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ആത്മീയമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചൊരു ജീവിതമായിരിക്കണം നമ്മുടേത്. ഇതിലാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട സമർപ്പണം. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിച്ചതിന് ശേഷം ബലിയർപ്പണം ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് എത്തുന്നത് നമ്മുടെ സങ്കല്പങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ വെള്ളവും പൂക്കളും എന്തെല്ലാം ഉപയോഗിക്കുന്നോ, ഭക്ഷണവും നമ്മളവർക്ക് അതിനോടൊപ്പം കൊടുക്കാറുണ്ട്. ഇവയെല്ലാം കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഈ പൂക്കളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതെല്ലാം സമർപ്പണം പൂജാവിധികൾക്ക് ശേഷം ആ പൂക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ആ വെള്ളവും പൂക്കളും അല്ലെ ഭക്ഷണം കിളികൾ കൊത്തിയെടുക്കുന്നുണ്ടാവും. പക്ഷേ ആ സമയത്ത് സ്ഥൂലമായിട്ട് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചോ പൂജയ്ക്ക് വേണ്ടി, തർപ്പണത്തിന് വേണ്ടി, അതിനെല്ലാം ഉപരി നമ്മുടെ മനസ്സിൻ്റെ അർച്ചന പൂക്കൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, ഭാവം, ഭാവന, അതിലുള്ള പോസിറ്റീവ് എനർജിയാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. എനർജിയുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലാണ്. ആത്മാവാകുന്ന ഈ ഊർജം, ആ ആത്മാവാകുന്ന ഊർജവുമായിട്ട് എനർജി എക്സ്ചേഞ്ച് നടത്തുകയാണ്. ശരിക്കും തർപ്പണ സമയത്ത് അതാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ബലിയർപ്പണ സമയത്ത് പറയാറുണ്ടല്ലോ, വെള്ളത്തിൽ മുങ്ങി നമ്മൾ ഉയർന്നു വരാറുണ്ട്. അപ്പം ആ സമയത്ത് മനസ്സ് സ്നേഹത്താൽ മുങ്ങണം. അവരോടുള്ള സ്നേഹം, അവരുടെ സ്മൃതി, ആ ഉപകാര സ്മരണ, അത് നമ്മുടെ മനസ്സിൽ ഉയരണം. അതുണ്ടാക്കുന്ന ശുഭസങ്കല്പങ്ങൾ ആത്മാവിൻ്റെ അടുത്തേക്ക് പോകും. നമ്മുടെ സ്നേഹവും ആദരവോടും കൂടിയ ശുഭസങ്കല്പങ്ങളാണ്. അതെത്ര ദൂരത്താണ് അവരെങ്കിലും, ഏത് നാട്ടിലാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നതെങ്കിലും അവരുടെ അടുത്തേക്ക് നമ്മുടെ ആ സങ്കല്പങ്ങളുടെ ശക്തി എത്തും. രണ്ടാമത് നമുക്ക് ഓർമ്മ വരേണ്ടത്, ബലിയർപ്പണം ചെയ്യുന്ന സമയത്ത് അവരൊരു ആത്മാവാണ്. അതുകൊണ്ടാണല്ലോ അവിനാശിയായ ആത്മാവിന് നമ്മൾ പൂജ ചെയ്യുന്നത്, തർപ്പണം ചെയ്യുന്നത്. അതുപോലെ ഞാനും ഒരാത്മാവാണ്. ഈ സ്മൃതിയോടുകൂടി വേണം നമ്മൾ തർപ്പണം ചെയ്യാൻ. ഈ പുറമേ കാണുന്ന ശരീരം, അതാ മാതാപിതാക്കൾ നമുക്ക് ജന്മം തന്ന ശരീരം. പക്ഷെ ഇതിനുള്ളിലൊരു ആത്മാവുണ്ട്. ഞാനും ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുന്ന ആത്മാവാണ്. ആത്മാവ് എനിക്ക് ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനോടൊപ്പം ബന്ധം. ശരീരം നശിക്കുന്നതോടുകൂടി പോവും. അപ്പം ഞാനും ഒരു ആത്മാവാണ്, ഞാനും അവിനാശിയാണ്. ഈ ശരീരം എൻ്റെ വസ്ത്രം മാത്രമാണ്. ഈ വസ്ത്രം ഇന്നെടുത്തു, നാളെ ഇത് നഷ്ടപ്പെടും. ഞാൻ അവിനാശിയായ ആത്മാവാണ്. ഈ സ്മൃതിയും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകണം. മൂന്നാമത് നമുക്ക് ഓർമ്മ വരേണ്ടത്, ആത്മാവായ ഞാൻ ഇതുപോലെ ഒരു ദിവസം ഈ വസ്ത്രം വിടും. അപ്പം ഞാൻ കൂടെ പോകുന്ന, ഞാൻ ആത്മാവ് ഈ ശരീരം വിട്ട് പോകുമ്പോൾ എന്തെൻ്റെ കൂടെ കൊണ്ടുപോകും? എൻ്റെ കയ്യിൽ എന്ത് സമ്പാദ്യം ഉണ്ട് കൊണ്ടുപോകാൻ? പൊതുവെ ഒരു ജനറൽ ടേമായിട്ട് അധികം പിതൃക്കൾക്ക് ബലി സമർപ്പിക്കുക എന്നാണല്ലോ. മാതൃക്കൾ എന്ന് പറയാറില്ലല്ലോ. ഇപ്പോൾ സ്ത്രീജനങ്ങൾ ജനിച്ച് മരിക്കുന്നുണ്ട് അവരും. അപ്പോൾ എന്തുകൊണ്ട് മാതൃക്കൾ എന്ന് പറയുന്നില്ല? ആ പിതൃക്കൾ എന്നുള്ള ശബ്ദം ശരിക്കും ആത്മാവിനെ കുറിക്കുന്നതാണ്. പിതൃക്കൾ എന്നുള്ള ശബ്ദം വന്നത് പുരുഷൻ, ആത്മാവിനെ പുരുഷൻ എന്നാണ് സാധാരണ ആധ്യാത്മിക ഭാഷയിൽ പറയുന്നത്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷൻ ആണെങ്കിലും, ശരീരം കൊണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആത്മാവിനെ പുരുഷൻ എന്നേ പറയാറുള്ളൂ. സ്ത്രീയുടെ ആത്മാവിന് വേറെ പേരില്ലേ? സ്ത്രീയിലാണെങ്കിൽ ആത്മാവ് പുരുഷനാണ്. അതുകൊണ്ട് ശരീരം വിടുന്ന സമയത്ത്, മരണസമയത്ത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരം വിട്ടുപോകുന്നത് പുരുഷനാണ്, ആത്മാവാണ്. അപ്പം ആത്മാവായതുകൊണ്ട് ആത്മാവിന് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പിതൃക്കൾ എന്നുള്ള ശബ്ദം എല്ലാവരെയും കുറിക്കാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കണം. അപ്പം നമുക്ക് ആ ഓർമ്മ വരണം, ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള മനോഭാവത്തിനുപരി ഞാൻ ആത്മാവാണ്. ആത്മാവയൻ പുരുഷനാണ്. പ്രകൃതി, പുരുഷൻ, പരമാത്മ, ഈ 3 ശബ്ദങ്ങളാണ് പറയാറുള്ളത്. ഒന്ന് ആത്മാവ്, മറ്റൊന്ന് പ്രകൃതി, 5 തത്വനിർമ്മിതമായ പ്രകൃതി, മറ്റൊന്ന് പരമാത്മ. ഇത് 3ഉം ചേരുന്നതാണ് ടോട്ടൽ പ്രപഞ്ചത്തിൽ. നമുക്ക് ഇത് 3 കാണാൻ കഴിയണ ആത്മാവിൻ്റെ കളി, അതേപോലെ 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ച സാധന സാമഗ്രികൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. മറ്റൊന്ന് ഈ നാടകത്തിൻ്റെ രചയിതാവായിട്ടുള്ള പരമാത്മ, സർവശക്തിവാൻ. അപ്പോൾ ഈ അയ്യപ്പന്മാർ പമ്പാ നദീ തീരത്ത് പോയിരുന്ന് ഈ പിതൃതർപ്പണമൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രയോ ആത്മാക്കളുടെ സ്മൃതി അവിടെ ചുറ്റി നടക്കുന്നില്ലേ?
തീർച്ചയായിട്ടും അതൊരു പുണ്യസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. നമ്മൾ ഓരോരുത്തരെ ആ തർപ്പണം ചെയ്യുന്ന സമയത്ത് ഏത് മനോഭാവത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ആ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നല്ല മനോഭാവം വരണം. അപ്പോഴാണ് അന്തരീക്ഷം അതിനനുസരിച്ചാകുന്നത്. പറയാറുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ബലിതർപ്പണം ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നു നമ്മളും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മുടെ മനോഭാവം എത്ര പോസിറ്റീവാണ്, എത്ര ശുദ്ധമാണ്, ശുഭമാണ്, ശ്രേഷ്ഠമാണ്. നമ്മളിൽ നിന്നുണ്ടാകുന്ന ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ ആ തരംഗങ്ങൾ, ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ നിറയും. അതുകൊണ്ടാണ് അവിടുത്തെ അന്തരീക്ഷം നല്ലതായിട്ട് പമ്പയിലെ. കാരണം അവിടെ പോകുമ്പോൾ നമുക്കാർക്കും വേറെ വിചാരമൊന്നും ഇല്ലല്ലോ നെഗറ്റീവ്. ചിലപ്പോൾ ഈ പമ്പാ നദി പുണ്യനദി, പമ്പാ തീരം പുണ്യപ്രദേശം എന്നൊക്കെ ഇങ്ങനത്തുള്ള പ്രോബബ്ലി അതിന്റെ ആ ഒരു വൈബ്രേഷൻസ് അവിടെ ഉണ്ടാവുമായിരിക്കും. അതായത് നമ്മുടെ വിചാരങ്ങളാണ് എല്ലാം. നോക്കൂ സ്വാമി, നമ്മുടെ വീടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും എല്ലാ സ്ഥലങ്ങളെയും നമുക്ക് അവിടുത്തെ അന്തരീക്ഷം ഉണ്ടാക്കാം. കാരണം അവിടുത്തെ അന്തരീക്ഷം ഉണ്ടാകുന്നത് അവിടെ ആര് ഇരിക്കുന്നോ കൈകാര്യം ചെയ്യുന്നോ ആ സ്ഥലത്ത് ജീവിക്കുന്നോ അവരെ ആശ്രയിച്ചിരിക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷം. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മളെ എല്ലാവരെയും ആകർഷിക്കണം. ഇപ്പോൾ പമ്പാ നദീതീരം അല്ലെങ്കിൽ ശബരിമല സന്നിധാനം, ഇതെല്ലാം നമ്മളെ എന്തുകൊണ്ട് ആകർഷിക്കണേ? അവിടെ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ വിചാരമേ ഉള്ളൂ, ശുദ്ധമായ ശ്രേഷ്ഠമായ ഒരേയൊരു ഭഗവത് വിചാരത്തിൽ മാത്രമാണ് നമ്മളെല്ലാവരും അവിടെ പോണേ. അവിടെ പോകുമ്പോൾ അവിടെ പോയി നിന്ന് നമ്മൾ അശുദ്ധമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൗതികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അസൂയയുടെ കുശുമ്പിൻ്റെ കുന്നായ്മയുടെ ഇങ്ങനെയുള്ള യാതൊരു വേണ്ടാത്ത കൊടുക്കൽ വാങ്ങൽ നമ്മളവിടെ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളുടെ എക്സ്ചേഞ്ച് ആണോ നടത്തുന്നത് മനുഷ്യൻ, അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം അതേപോലെ പുണ്യം നിറഞ്ഞ അന്തരീക്ഷമാക്കി മാറ്റാം. ഇപ്പോൾ ഈ 41 ദിവസം വ്രതം അനുഷ്ഠിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറുന്നുണ്ട്. ആ അന്തരീക്ഷം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കാം. നമ്മളാണ് അന്തരീക്ഷം സൃഷ്ടിക്കണേ, നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തികളുമാണ്. അപ്പോൾ ഈ വിദേശത്തുള്ളവർ അവർ എങ്ങനെ ഇതെല്ലാം ഈ ആചാരപ്രകാരം അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് ആചരിക്കേണ്ടത്? അവരെത്ര തന്നെ ദൂരത്താണെങ്കിലും നമുക്ക് മനസ്സിലായല്ലോ, വിദേശത്താണ് ഇരിക്കണമെങ്കിലും നമുക്ക് ഈ സമർപ്പണം മനസ്സിൻ്റെതാണ് ചെയ്യുന്നത്. മാനസ പൂജയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, പിതൃതർപ്പണം. കാരണം വിദേശത്തിരിക്കുകയാണെങ്കിലും അവർക്കും ഈ ശരീരം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാമഹന്മാർ ആരാകട്ടെ, പിതൃ പൂജ നമ്മൾ ചെയ്യുമ്പോൾ ആ പിതൃക്കളും ശരീരം കൊണ്ട് നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ, ഇല്ലേ? അവർക്കല്ലല്ലോ നമ്മൾ പൂജ കൊടുക്കണേ. ശരീരം കൊണ്ട് ആ ശരീരം നഷ്ടപ്പെട്ടു പോയവരാണ് അടുത്ത ശരീരത്തിലിരിക്കുക. അപ്പൊ അവര് എത്ര ദൂരത്തിലായിരിക്കണേ നമുക്കറിയില്ലല്ലോ അവരെവിടെയാണ്. അപ്പൊ ഞാൻ അമേരിക്കയിലിരിക്കുക, എൻ്റെ പിതൃക്കൾ എവിടെയാണ് അടുത്ത ജന്മം എടുത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ അമേരിക്കയിലിരിക്കുന്ന എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരെവിടെ ആയിക്കോട്ടെ, അടുത്ത ജന്മം കൊണ്ട് അവർ ഇന്ത്യയിലാകട്ടെ, റഷ്യയിലാകട്ടെ, ചൈനയിലാകട്ടെ, അവരെവിടെയാണ് ജീവിച്ചിരിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സുകൊണ്ടുള്ള സങ്കല്പങ്ങളുടെ അർച്ചന പൂക്കൾ അവരെവിടെയാണോ അവിടെ എത്തും. അവരുടെ മനസ്സിന് കിട്ടും, ആ ആത്മാവിന് കിട്ടും. കാരണം ഈ ആത്മാവിന് ചെയ്യാണ്. അപ്പം നമ്മൾ വിദേശത്ത് എവിടെയാണ് ഇരിക്കണമെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഈ ഉപകാര സ്മരണ, ഒന്ന് നമുക്ക് അവർ നൽകിയ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ഉപകാര സ്മരണ, രണ്ടാമത്തത് നമുക്ക് അവരോടുള്ള സ്നേഹം, നമ്മുടെ ആദരവ്, മൂന്നാമത്തെ അവരെ പ്രതിയുള്ള ശുഭസങ്കല്പം. അതായത് അവരെവിടെയാണെങ്കിലും സുഖമായിട്ട്, സ്വസ്ഥമായിട്ട്, ശാന്തമായിട്ട് നല്ലൊരു ജീവിതം, നല്ലൊരു അച്ഛനും അമ്മയ്ക്കും നല്ലൊരു കുടുംബത്തിൽ അവർ ജീവിക്കട്ടെ. അവരുടെ ജീവിതം സുഖശാന്തി നിറഞ്ഞതാകട്ടെ. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ലൊരു ജീവിതം അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ. ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം അവർക്ക് ഉണ്ടാകട്ടെ. ഈ രീതിയിലുള്ള നമ്മുടെ ശുഭഭാവനകൾ, ആ ശുഭഭാവനകൾ കടൽ കടന്ന് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും. അവരെ ഓർമ്മ വരുമ്പോഴൊക്കെ അവരെ പ്രതി ഉണ്ടാകുന്ന ശുഭസങ്കല്പങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അർപ്പിക്കാം. അപ്പം ഈ മനസ്സ് പൂജ, ഈ തർപ്പണം നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ബാൻജി, എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഞാൻ മലയ്ക്ക് പോകുമ്പോൾ ഒരിക്കൽ കുറച്ച് വർഷം മുമ്പാണ് ഈ സംഭവം. വളരെ മുതിർന്ന ഒരു സീനിയർ അയ്യപ്പനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബലിതർപ്പണത്തിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ,
എടാ നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നീ നിൻ്റെ അച്ഛനെ വിചാരിച്ച് ആ പമ്പയിൽ മൂപ്പരെ നല്ല സ്മൃതിയോട് കൂടിയിട്ട് തൻ്റെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് വണങ്ങിക്കൊണ്ട് നീ ഒരു 3 പ്രാവശ്യം മുങ്ങി എണീക്ക്, അതും മതി, നീ ബലിയിട്ടതിന് തുല്യമാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അയച്ചു. ഞാൻ അതുമാതിരി തന്നെ ചെയ്തു. അത് ബലിതർപ്പണത്തിന് സമാനമാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ? യഥാർത്ഥ ബലിതർപ്പണത്തിൻ്റെ ഭാവം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് നമ്മുടെ മനസ്സിൽ അച്ഛനെയും അമ്മയും മനസ്സിൽ നന്നായി ധ്യാനിച്ച് മുങ്ങൂ, അത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതായത് അവരെ ഓർമ്മിക്കൂ, അവരാരായിരുന്നു, അവരെനിക്ക് എന്ത് എല്ലാം നൽകി. അപ്പം ആ ശരിക്കും നമ്മൾ പറഞ്ഞല്ലോ ഉപകാരസ്മരണയെക്കുറിച്ച്. ആ ഉപകാരസ്മരണയും ഒപ്പം കൃതജ്ഞതയും രണ്ടും നമുക്ക് ഓർമ്മ വരണം. അത് ഓർമ്മിക്കുന്ന സമയത്ത് അത് ഏറ്റവും വലിയ ഒരു സമർപ്പണമായിട്ട് മാറുകയാണല്ലോ. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് അതിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ ആ നന്ദി പ്രകാശനത്തിനുള്ള അവസരം നമുക്കവിടെ ലഭിക്കുകയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മനോഭാവനയാണ് ഏറ്റവും വലുത്. പക്ഷേ ഞാൻ ആക്ച്വലി ആലോചിച്ചത് അവരോടുള്ള സ്നേഹവും അവരുടെ രൂപവും ഈ കൃതജ്ഞത അത് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. പക്ഷേ അവരോടുള്ള സ്നേഹം, അവരോടുള്ള ബഹുമാനം, അത് അവരെ ആ മനസ്സിൽ കണ്ട് ഞാൻ നന്നായി ആ സ്നേഹത്തോടു കൂടി കുറിച്ചു. അത് മതിയോ? അത് രണ്ടും വരണമല്ലോ. സ്നേഹം വരണം, ബഹുമാനം ഉണ്ടാകണം, ഒപ്പം ഉപകാരസ്മരണയും നടത്തണം. അത് വന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എനിക്ക് ഒരു പക്ഷേ അറിയില്ലായിരുന്നു അത്. പക്ഷെ ഇത് ചെയ്തിരുന്നു, ആത്മാർത്ഥതയോടെ ചെയ്തു. അതിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്കിത്രയും ജീവിക്കാനുള്ള ഒരു പാത കാണിച്ചു നൽകിയ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകൾ ആരൊക്കെയാണോ അവരോട് നന്ദി പ്രകാശിപ്പിക്കാൻ കിട്ടുന്നൊരു അവസരമാണല്ലോ ഇതെല്ലാം. അല്ലാതെ നോക്കൂ, ഒരു ഫംഗ്ഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ പോലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത ഒരാൾ വന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം എന്തെങ്കിലും ചെയ്ത ഒരാൾക്ക് പോലും നമ്മൾ ഉടനെ താങ്ക്സ് പറയാറുണ്ട്. അതേസമയം കുഞ്ഞുനാൾ മുതൽ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്തു, എന്തെല്ലാം സഹായം തരുന്നു. നമ്മൾ ഓരോ കർമ്മത്തിൽ അവരോട് താങ്ക്സ് പറയാറുണ്ടോ? ആ അച്ഛൻ നന്ദി, അമ്മയെ നന്ദി, അവരോട് നമ്മൾ പറയാറില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ അവർക്ക് ആ ഉപകാരസ്മരണ നടത്തേണ്ടത്. പക്ഷേ മരണശേഷം ഇതൊരു ചാൻസാണ്, നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നമ്മൾ ആ അവസരത്തെ സദുപയോഗം ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്നുള്ള തരംഗങ്ങൾ നൽകണം. അവർ നമ്മളെ എന്തെല്ലാം ഏൽപ്പിച്ചു പോയോ ആ സമയം, ഇതും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബലിതർപ്പണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ നമ്മളെ എന്തെല്ലാം ഏൽപ്പിച്ചു പോയോ, അവർ കഷ്ടപ്പെട്ട് നമുക്ക് കയ്യിൽ എന്തെല്ലാം തന്നു പോയോ, അതിനെ ഞാൻ സദുപയോഗം ചെയ്യുന്നുണ്ടോ? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാം ഞാൻ സദുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, സദുപയോഗം ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും. അത് തന്നെ ഒരു സമർപ്പണമാവും. അല്ലെങ്കിൽ ആൾക്കാർ പറയില്ല, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഇത്രയും കൊടുത്തു, കണ്ടില്ലേ ആ മുടിയനായ പുത്രൻ എല്ലാം നശിപ്പിച്ചു, ധൂർത്തടിച്ചു, നശിപ്പിച്ചു. പിതൃതർപ്പണം എന്നത് ഒരു സാധാരണ ഒരു ചടങ്ങായിട്ട് ഇതുവരെ കരുതിയിരുന്നുള്ളൂ. ഒരു ശ്രദ്ധയിച്ച് ചെയ്യണം, ഒരു സ്നേഹവും ആത്മാർത്ഥതയോട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയേറെ അതിൻ്റെ പിന്നിലുണ്ട്, ദിവ്യത, ശ്രേഷ്ഠത എല്ലാം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. ഓം ശാന്തി. നമുക്ക് ഈ ജന്മം നൽകിയ പൂർവികരോടുള്ള കൃതജ്ഞതയാണ് ബലിതർപ്പണം. നാം ബലിതർപ്പണം ചെയ്യുമ്പോൾ ആർക്കു വേണ്ടിയാണോ നാം അത് ചെയ്യുന്നത് അവരെ പോലെ തന്നെ നമ്മളും ആത്മാക്കളാണ് എന്ന ബോധം ഉണ്ടാവണം എന്നാണ് ബഹൻജി നമ്മളെ മനസ്സിലാക്കി തന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivjyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുവാൻ www.timevision.tv എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.